നമസ്തേ. നിങ്ങൾക്ക് ഫസ്റ്റ് സെമിസ്റ്ററിൽ 2 പുസ്തകങ്ങളാണ് പഠിക്കാനുള്ളത്. അതിൽ ഒരു പുസ്തകം നിങ്ങളിപ്പോൾ ഒരു ചാപ്റ്ററൊക്കെ തുടങ്ങിയിട്ടുണ്ട്. രണ്ടാമത്തേതൊരു നാടകമാണ്, ഡീറ്റെയിൽഡ് ടെക്സ്റ്റുമാണ്. സക്കൂബായ് എന്നാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള നാടകത്തിൻ്റെ പേര്. അത് എഴുതിയിരിക്കുന്നത് നാദിറ സഹീർ ബബ്ബറാണ്. നാദിറ സഹീർ ബബ്ബർ എഴുതിയിട്ടുള്ള സക്കൂബായ് എന്ന നാടകമാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഈ നാടകത്തെക്കുറിച്ച് നാദിറ സഹീർ ബബ്ബർ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ പുസ്തകത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ തന്നെയുണ്ട്. ये സക്കൂബായ് जो है वो सफाई का काम करने वाली है. അപ്പോൾ വീടാന്തരം നടന്ന് ക്ലീനിങ് പണികൾ ചെയ്യുന്ന ഒരു സ്ത്രീയാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രമായ സക്കൂബായ്. അപ്പോൾ നമ്മളിപ്പോൾ വീട്ടിൽ സഹായത്തിനൊക്കെ വരുന്നവരെ നമ്മൾ ചേച്ചി, അമ്മ അങ്ങനെയൊക്കെ വിളിക്കാറുണ്ടല്ലോ. അപ്പോൾ അതുപോലെ ഇവരെ എല്ലാവരും, പ്രായത്തിന് മുതിർന്നവരായാലും ഇളയ ആൾക്കാരായാലും എല്ലാവരും വിളിക്കുന്ന ഒരു പേരാണ് സക്കൂബായ് എന്നുള്ളത്. അപ്പോൾ അവരുടെ കഥയാണ്. അപ്പോൾ ഇതുപോലെ വീടാന്തരം നടന്ന് വീട്ടുജോലികൾ ചെയ്ത് സഹായിക്കുകയും അതുപ്രകാരം സ്വന്തം ജീവിതമാർഗം നോക്കുകയും ചെയ്യുന്ന ഒരു സ്ത്രീ സക്കൂബായ്, അവരുടെ കഥയാണ്. അപ്പോൾ അവർ ചെയ്യുന്നത് സഫായി കാ കാം ഹെ, ഓ ഘറോ കി സഫായി കർത്തി ഹെ ഓർ ഹൃദയോ കി. അപ്പോൾ ഇങ്ങനെയുള്ള സക്കൂബായിമാർ ചെന്നിട്ട് വീടുകൾ മാത്രമല്ല വൃത്തിയാക്കുന്നത്, മറിച്ച് അവിടെയുള്ള മനുഷ്യരുടെ ഹൃദയങ്ങൾ കൂടിയാണെന്നാണ് നമ്മുടെ നാടകകൃത്തായ നാദിറ സഹീർ ബബ്ബർ പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് അവർ വീടുകൾ വൃത്തിയാക്കുന്നത്, അവിടെയുള്ള ആൾക്കാരുടെ മനസ്സ് എങ്ങനെയാണ് വൃത്തിയാക്കുന്നത്, അതെങ്ങനെയാണ് മനസ്സ് വൃത്തിയാക്കാൻ കഴിയുക, ഇതൊക്കെ നമ്മുടെ സംശയങ്ങളാണ്. അപ്പോൾ ഇതിനെല്ലാം ഉത്തരം ഈ നാടകം തന്നെയാണ്. നാടകം മൊത്തം കംപ്ലീറ്റ് നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ സക്കൂബായ് എന്ന് പറയുന്നത് ആരാണെന്നുള്ളത്. അപ്പോൾ അവരെന്ന് പറഞ്ഞാൽ ഒരു റെപ്രസെൻറ്റേറ്റീവാണ് നമ്മുടെ സമൂഹത്തിൽ. ഇതുപോലെ നമ്മൾ സെർവൻ്റ്, വീട്ടുവേലക്കാരി എന്ന് പറഞ്ഞ് നമ്മൾ ചിലപ്പോൾ ഒന്ന് ഡിഗ്രേഡ് ചെയ്ത് നിർത്തുന്ന, അല്ലെങ്കിൽ അവരെ വേണ്ട വിധത്തിൽ പരിഗണിക്കാത്ത, പലരും ഒരു മനുഷ്യജീവിയാണെന്നുള്ള ഒരു കൺസിഡറേഷൻ പോലും കൊടുക്കാത്ത ഒരു വിഭാഗം ആൾക്കാരുടെ പ്രതിനിധിയാണ് സക്കൂബായ്. അവരും മനുഷ്യരാണ്, നമ്മളെപ്പോലെയൊക്കെയുള്ള ഇമോഷൻസ് ഉള്ള, ചിന്താശേഷിയുള്ള, ഒരുപക്ഷെ നമ്മളെക്കാൾ വളരെ മികച്ച രീതിയിൽ ചിന്തിക്കാൻ കഴിയുന്ന, കാരണം കുറച്ചുകൂടി പ്രാക്ടിക്കൽ നോളജ് അവർക്ക് കൂടുതലായിരിക്കും, പ്രായോഗിക ബുദ്ധി എന്ന് പറയുന്നത്. അവർ നമ്മളെക്കാൾ കാലം അനുഭവമൊക്കെ കൂടുതൽ കണ്ടവരായിരിക്കും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഇൻ്റലിജൻസ് ഉള്ളവരാണ് അവർ. അപ്പോൾ അങ്ങനെയുള്ള ആ സ്ത്രീകളെ നമ്മൾ വേണ്ട വിധത്തിൽ പരിഗണിക്കാറുണ്ടോ എന്നൊരു ചോദ്യം കൂടിയാണ് നാടകകൃത്തായ നാദിറ സഹീർ ബബ്ബർ നമ്മളോട് ഉന്നയിക്കുന്നത്. അപ്പോൾ ഇവരെയൊക്കെ നമ്മൾ മനുഷ്യരായിട്ട് തന്നെ കാണുന്നുണ്ടോ? അത് എല്ലാവരും അങ്ങനെയൊന്നും അല്ലെങ്കിലും ചിലരെങ്കിലും അവരെ വേണ്ട രീതിയിൽ അവർക്ക് കൊടുക്കേണ്ട റെസ്പെക്റ്റ് കൊടുക്കാറില്ല. അപ്പോൾ അതൊക്കെയാണ്. എന്നാൽ ഈ സ്ത്രീകൾ എത്ര നിഷ്കളങ്കരാണ്, ഈ സക്കൂബായിയെ പോലെയുള്ള സ്ത്രീകൾ, അവരെത്ര ഇൻ്റലിജൻ്റ് ആണ്, അവർ എത്ര പ്രാക്ടിക്കൽ നോളജ് ഉള്ളവരാണ്. അങ്ങനെ പല പല കാര്യങ്ങളിലേക്ക് നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒന്നാണ് സക്കൂബായി എന്ന് പറയുന്നത്. അപ്പോൾ നാദിറ സഹീർ ബബ്ബർ ഈ നാടകത്തെക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. सक्कूबाई हमें अपने घरों में काम करने वालों के जीवन में झांकने का मौका देती है. ये कहानी बहुत छोटी उम्र में रोटी कमाने के लिए बाध्य होकर शहर में आई सक्कूबाई के जीवन और समय को बड़ी दक्षता में दर्शाती है. घर के काम करने के साथ साथ वो कभी अंतरंग मित्र, विश्वास पात्र, सलाहकार और कभी चौकीदार की भूमिकाएं भी निभाती है. അപ്പോൾ ഇതൊക്കെ പറയുന്നത് നാദിറ സഹീർ ബബ്ബറാണ്. അപ്പോൾ ടെക്സ്റ്റിലെ ഇൻട്രൊഡക്ഷൻ ഭാഗത്തിൽ ഈ സ്ത്രീയെക്കുറിച്ച്, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരുപാട് സക്കൂബായിമാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. വീടാന്തരം ക്ലീനിങ് ചെയ്യുന്ന സ്ത്രീകൾ, വീട്ടുജോലികൾ ചെയ്യുന്ന സ്ത്രീകൾ. അപ്പോൾ അവർ നമ്മുടെ ഘറോമേം കാം കർണേ ആനെ വാലിയ ഹെ, നമ്മുടെ വീട്ടുജോലികൾ ചെയ്യാൻ വരുന്നവരാണ്. और ये कहानी बहुत छोटी उम्र में रोटी कमाने के लिए बाध्य होकर शहर में आई सक्कूबाई के जीवन और समय को बड़ी दक्षता में दर्शाती है. അപ്പോൾ ഈ കഥയുടെ കണ്ടന്റ് എന്താണ്? തൻ്റെ ചോട്ടി ഉമ്രമേഹി, ചെറുപ്രായത്തിൽ തന്നെ റൊട്ടി കമാനക്കിലെ, ഭക്ഷണം അന്വേഷിച്ച് ചെറുപ്രായത്തിൽ തന്നെ ഭക്ഷണം തേടി ഷഹർമേ മായി ഹുയി, ടൗണിലേക്ക് പോകേണ്ടി വന്ന ഒരു ഗ്രാമീണയായ പെൺകുട്ടി. അപ്പോൾ സക്കൂബായി ഗ്രാമീണയായ സ്ത്രീയാണ്. എന്നാൽ അവളുടെ കുഞ്ഞു പ്രായത്തിൽ തന്നെ അവൾക്ക് ജോലി തേടി റൊട്ടിക്കേലിയെ, ഭക്ഷണത്തിന് വേണ്ടി പട്ടണത്തിലേക്ക് പോകേണ്ടി വരുന്നു.
അവിടെ പല പല വീടുകളിൽ വീട്ടുവേല ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ നമ്മൾ സ്വന്തം വീടുകളിൽ പോലും സെക്യൂർ അല്ലാത്തൊരു കാലഘട്ടത്തിൽ ഇതുപോലെ ഒരു പെൺകുട്ടി ഇങ്ങനെ അന്യ വീടുകളിൽ, ഒരു വീട്ടിലല്ല പല വീടുകളിൽ ഇങ്ങനെ മാറി മാറി ജോലി ചെയ്യുമ്പോൾ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ അവൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടാകും. അതൊക്കെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ അവര് ആർക്കും കയറിയിട്ട് ശാരീരികമായോ മാനസികമായോ ടോർച്ചർ ചെയ്യാവുന്ന, അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസിനെ ടോർച്ചർ ചെയ്യാവുന്ന ആൾക്കാരൊന്നും അല്ല ഇവര്. അവരും നമ്മളെപ്പോലെയൊക്കെയുള്ള സാധാരണ ഹ്യൂമൻ ബീയിങ്സ് ആണ് എന്നൊരു ഓർമ്മപ്പെടുത്തലാണ് ഈ ഒരു കഥ നമുക്ക് തരുന്നത്, ഈ ഒരു നാടകം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ ഈ സക്കുബായിയുടെ കുഞ്ഞുകാലത്ത് അല്ലെങ്കിൽ കുട്ടിക്കാലത്ത് അവര് ഭക്ഷണത്തിന് വേണ്ടി അല്ലെങ്കിൽ വീട്ടിലെ ബുദ്ധിമുട്ടുകൾ കാരണം ജോലിക്കായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന സ്ത്രീയാണ്. അപ്പോൾ അവരിൽ വളരെ മിടുമിടുക്കികൾ ഉണ്ടാവാം, പഠിക്കാനൊക്കെ നല്ല മിടുക്കികളായ പെൺകുട്ടികൾ ഉണ്ടാവാം. പക്ഷെ വീട്ടിലെ സാമ്പത്തിക സ്ഥിതി കൊണ്ട് സ്കൂളിൽ പോകാൻ പറ്റുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ വീട്ടിൽ തന്നെക്കാളും ചെറുപ്രായത്തിലുള്ള 6-7 കുട്ടികൾ, ഇളയതുങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതുങ്ങളുടെ കാര്യം നോക്കാൻ വേണ്ടിയിട്ട് അച്ഛനും അമ്മയും ജോലിക്ക് പോണ സമയത്ത് ചിലപ്പോൾ പഠിത്തം നിർത്തി വീട്ടിൽ നിൽക്കേണ്ടി വരുന്നതായിട്ടുള്ള സാഹചര്യം വരും. ചിലപ്പോൾ അച്ഛനും അമ്മയും കൂടി ജോലി ചെയ്താലും വീട്ടു ചെലവ് നടക്കില്ല. അങ്ങനെയുള്ളപ്പോൾ മൂത്ത 1-2 കുട്ടികളെ ജോലിക്ക് കൂടെ കൊണ്ടുപോകും. ആ കൊണ്ടുപോകുന്ന സമയത്ത് ഇവരുടെ പ്രായം ചിലപ്പോൾ 6 വയസ്സോ 7 വയസ്സോ ഒക്കെ ആയിരിക്കും. അന്നു മുതൽ അവർക്ക് കിട്ടുന്നൊരു ടൈറ്റിലാണ് വീട്ടുവേലക്കാരി എന്നുള്ളത്. ഒരു കൊച്ചു പെൺകുട്ടി എന്നുള്ള നിലയിൽ നിന്ന് എത്ര പെട്ടെന്നാണ് വീട്ടുവേലക്കാരി എന്ന നിലയിലേക്ക് ഒരു മാറ്റം ഇവർക്കുണ്ടാകുന്നത്, ഒന്നുമല്ലാതായി പോകുന്നത് എന്നാണ് സക്കുബായി പറയുന്നത്. അപ്പോൾ അതുവരെയും സമപ്രായക്കാരായ കൂട്ടുകാർക്കൊപ്പം കളിച്ച് ചിരിച്ച് അല്ലെങ്കിൽ സ്കൂളിൽ പോയി ഒക്കെ നടന്ന ഒരു പെൺകുട്ടി എത്ര പെട്ടെന്നാണ് തൻ്റെ ആ ഒരു ടൈറ്റിൽ തന്നെ മാറി, കുഞ്ഞ് എന്നുള്ള ആ ഒരു കുട്ടി എന്നുള്ള ഒരു ടൈറ്റിൽ തന്നെ മാറിയിട്ട് പെട്ടെന്നൊരു വീട്ടുവേലക്കാരി എന്നുള്ള ഒരു ടൈറ്റിലേക്ക് മാറ്റം ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതേ പ്രായത്തിലുള്ള, നമ്മൾ ജോലിക്കായിട്ട് ചെല്ലുന്ന വീട്ടിൽ ഈ പെൺകുട്ടിയുടെ അതേ പ്രായത്തിൽ അല്ലെങ്കിൽ അതിനേക്കാളും മുതിർന്ന കുട്ടികളുണ്ടാവും. അപ്പോൾ അവര് നല്ല ഫുഡൊക്കെ കഴിച്ച് പാലൊക്കെ കുടിച്ച് അച്ഛൻ്റെയും അമ്മയുടെയും കെയറിങ് ഒക്കെ കിട്ടി അവര് വളരെ ഹാപ്പി ആയിരിക്കുന്ന സമയത്ത് ഈ പെൺകുട്ടി ചിലപ്പോൾ അവിടെ നിലത്തിരുന്ന് നിലം തുടക്കുകയായിരിക്കും, അവിടുത്തെ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുകയായിരിക്കും, ഈ കുട്ടികൾ കഴിക്കുന്ന ഭക്ഷണം കഴിച്ച ശേഷം ആ പാത്രങ്ങൾ കൊണ്ട് കഴുകി വെക്കുകയായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകേണ്ടി വരുമ്പോഴുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ എന്നുവെച്ചാൽ ഇവരാരും ജനിച്ചതേ വീട്ടുവേലക്കാരിയാകാൻ വേണ്ടിയിട്ടൊന്നും അല്ല, എല്ലാവരെയും പോലെ ജനിക്കുന്നവർ തന്നെയാണ്. പക്ഷേ സാഹചര്യങ്ങൾ കൊണ്ട് ഇങ്ങനെ സെർവൻ്റ് എന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നതാണ്. അപ്പോൾ അങ്ങനെ ചില ഓർമ്മപ്പെടുത്തലുകൾ, അവരെ നമ്മളെ സമൂഹം എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ കഥ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ ഘർമേം കാം കർണേക്ക് സാത്ത് സാത്ത്, അപ്പോൾ ഈ സ്ത്രീകള് വെറുതെ വീട്ടുജോലി ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത്, കഭി അന്തരംഗ മിത്ര ബൻജാതി ഹെ, ചിലപ്പോൾ നമ്മുടെ വളരെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടായി മാറും. നമ്മുടെ വീട്ടുകാർക്ക് എന്തെങ്കിലും വിഷമത്തിൽ ഇരിക്കുന്ന സമയത്ത് അവരെ ആശ്വസിപ്പിക്കാൻ ചിലപ്പോൾ ഇവരായിരിക്കും ഉണ്ടാവുക. വിശ്വാസ പാത്ര ബൻജാതി ഹെ, അവരെ വിശ്വസിച്ച് ചിലപ്പോൾ എന്തും ഷെയർ ചെയ്യാൻ നമുക്ക് പറ്റും. സലാഹക്കാർ, നല്ലൊരു അഡ്വൈസർ ആകും. നമ്മൾ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതിരിക്കുന്ന സമയത്ത് നമ്മളെ വളരെ ഞെട്ടിച്ചുകൊണ്ട് ഒരു നല്ല ഉപദേശമായിട്ട് ചിലപ്പോൾ അവർ വന്നുവന്നിരിക്കും, നല്ല ഒരു വഴി കാട്ടി തന്നുവന്നിരിക്കും. അവർക്കവി ചോക്കിദാർ, പിന്നെ ചിലപ്പോൾ നമ്മൾ വീട്ടുകാരെല്ലാവരും എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് അവിടെ ഒരു കാവൽക്കാരൻ അല്ലെങ്കിൽ കാവൽക്കാരിയായി നിൽക്കുന്നവരായിരിക്കും ഈ സക്കുബായിമാർ. അങ്ങനെ ആ വീട്ടിൻ്റെ എല്ലാം ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെയുള്ള ഒരു സ്ത്രീയെ കുറിച്ചാണ് ഈ കഥ. सकुबाई अपनी जिंदगी के अनुभवों और कारनामों का विस्तृत ब्यौरा वो स्वयं बहुत सूक्ष्म परिहास के धागों में पिरोकर प्रस्तुत करती है. ഈ കഥയിൽ മുഴുവൻ സംസാരിക്കുന്ന സക്കുബായി ആണ്. ഭയങ്കര ഫണ്ണി ആയിട്ടാണ് സക്കുബായി ഇതിനകത്ത് സംസാരിക്കുന്നത്. നമ്മൾ ഒരിക്കലും അവരുടെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് ഓർത്ത് നമ്മളെ വിഷമിപ്പിക്കാൻ അവരുടെ വരുത്തത്തില്ല. കാരണം അവർ തന്നെ ഭയങ്കര തമാശ നിറഞ്ഞ ഡയലോഗ് ഡെലിവറിയിലൂടെ നമ്മൾ ചിരിപ്പിക്കുകയാണ് ചെയ്യുക. അവരുടെ സങ്കടങ്ങൾ അവർ പറയുമ്പോൾ പോലും നമ്മൾ ചിരിക്കും. കാര്യം വേറൊന്നുമല്ല, ആ ഡയലോഗുകളുടെ ഒരു പ്രസന്റേഷന്റെ സ്റ്റൈലാണത്. എന്നുവെച്ചാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംസാര രീതിയാണ് സക്കുബായിയുടേത്. ഭയങ്കര തമാശക്കാരിയാണ്. അപ്പോൾ അവർ അനുഭവിച്ച സങ്കടങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. ഒത്തിരി സങ്കടങ്ങൾ, ആർക്കും സഹിക്കാൻ പറ്റാത്ത സങ്കടങ്ങൾ അവർ പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ പറയുമ്പോഴും അവർ അത് പറയുന്ന ഒരു ലാംഗ്വേജ്, അതിൻ്റെ ഒരു സ്റ്റൈല്, അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ ചിരിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് മുഴുവൻ ഏകദേശം സക്കുബായിയുടെ തന്നെ കോൺവെർസേഷനാണ് വന്നിട്ടുള്ളത്. ഇനി അത് അവതരിപ്പിച്ച ആള്, അപ്പോൾ ഇതിന്റെ ടെക്സ്റ്റ് ബുക്കിന്റെ കവറിൽ തന്നെ നമുക്ക് ഇത് അവതരിപ്പിച്ച ആ സ്ത്രീ, ഇതിപ്പോൾ സ്റ്റേജ് ചെയ്യപ്പെട്ട നാടകമാണ്. സ്റ്റേജ് ചെയ്തപ്പോൾ ഇതിനകത്ത് സക്കുബായിയായി അഭിനയിച്ച സ്ത്രീ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആക്ട്രസ് എന്ന് പറയുന്നത് സരിത ജോഷിയാണ്.
നിങ്ങൾ ഹിന്ദി സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സരിത ജോഷിയെ കണ്ടു കാണും. കുറേ സീരിയലുകളിലും ഒക്കെ വന്നിട്ടുണ്ട് സരിത ജോഷി. വളരെ ഫണ്ണി ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് സരിത ജോഷി സിനിമയിൽ ഒക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവരുടെ ഒരു നൈസർഗികമായ നാച്ചുറൽ ആയിട്ടുള്ള ഒരു അഭിനയ ശൈലിയെ പരമാവധി നാദിറ സഹീർ ബബ്ബർ മുതലെടുത്തിട്ടുണ്ടെന്ന് പറയാം. കാര്യം അവരുടെ അഭിനയ ശേഷിയെ നല്ല രീതിയിൽ വിനിയോഗിച്ചുകൊണ്ടാണ് ഈ കഥാപാത്രം അവരെ ഏൽപ്പിച്ചിട്ടുള്ളതെന്ന് പറയാം. വളരെ മനോഹരമായിട്ട് ഈ കഥാപാത്രം ഈ സരിത ജോഷി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ സങ്കടങ്ങൾ അവർ പറയുന്നത് സൂക്ഷ്മ പരിഹാസക്കെ ധാഗോമയും, പരിഹാസത്തിന്റെ കെട്ടുപാടുകളിൽ അല്ലെങ്കിൽ ചരടിൽ കോർത്താണ് അവരവരുടെ ജീവിതത്തിലെ സങ്കടങ്ങൾ, ജീവിതത്തിന്റെ അനുഭവവും കാ ജിന്ദഗിക്ക് അനുഭവവും കാ വിസ്തൃത് ബ്യോറ വോ പ്രസ്തുത് കർ രഹി ഹൈ. ജീവിതത്തിലെ പല പല എക്സ്പീരിയൻസുകളെ തമാശ നിറച്ചാണ് അവർ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവരുടെ സങ്കടങ്ങൾ കേൾക്കുമ്പോൾ പോലും അതൊക്കെ സങ്കടമാണ് എന്നുള്ള ബോധ്യത്തോടു കൂടി തന്നെ നമുക്ക് ചിരി വരും. കാരണം അവരുടെ ആ ഡയലോഗ് ഡെലിവറി അങ്ങനത്തേതാണ്. എന്നുവെച്ചാൽ തമാശ, സ്വന്തം ജീവിതമല്ലേ പറയുന്നത്, ആരാന്റെ ജീവിതമല്ലല്ലോ. അപ്പോൾ എൻ്റെ ജീവിതത്തെ എനിക്ക് മറ്റുള്ളവരുടെ മുന്നിൽ രണ്ട് തരത്തിൽ പറയാം. വളരെ എനർജറ്റിക് ആയിട്ട് പറയാം, എത്ര സങ്കടമുള്ള കാര്യമായി ആണെങ്കിൽ പോലും. അല്ലെങ്കിൽ ഞാൻ കരഞ്ഞ് സങ്കടപ്പെട്ട് കേട്ടിരിക്കുന്നവരെ കൂടി കരയിപ്പിച്ചും എനിക്ക് എൻ്റെ അനുഭവങ്ങൾ ഷെയർ ചെയ്യാം. പക്ഷെ സരിത ജോഷിയുടെ കഥാപാത്രമായ നമ്മുടെ സക്കൂബായി എന്ന് പറയുന്നത് എങ്ങനെയാണ് അത് ചെയ്തിരിക്കുന്നത്? വളരെ പ്ലസന്റ് ആയിട്ടാണ് ഈ കഥാപാത്രത്തെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവരുടെ സങ്കടങ്ങൾ പോലും അവർക്ക് തമാശ കലർത്തി പറയാനുള്ളൊരു എബിലിറ്റി ഉണ്ട്. അങ്ങനെ ഒരു കഥാപാത്രമായിട്ടാണ് നമ്മുടെ സക്കൂബായി വന്നിട്ടുള്ളത്. ये नाटक आपको बाध्य करता है तथाकथित उच्च वर्गीय सुसंस्कृत पढ़े लिखे और सामाजिक रूप से संवेदनशील समाज के पाखंड ढोंग के बारे में सोचने के लिए. അപ്പോൾ ഈ നാടകം നമ്മുടെ മുന്നിൽ വെക്കുന്ന മറ്റൊരു വിഷയം കൂടിയുണ്ട്. അപ്പോൾ ഇത്തരം സ്ത്രീകളുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ അവതരിപ്പിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ അപ്പർ ക്ലാസ് ലൈഫിലുള്ള അവരുടെ ജീവിതത്തിലുള്ള അവർ ചെയ്യാറുള്ള കുറേ കാര്യങ്ങൾ, ഢോങ്ക്, പാഖണ്ട്, കുറേ കള്ളത്തരം, ചീറ്റിങ്, അവരുടെ തന്ത്രം, സൂത്രം, ഭയങ്കര കണ്ണിങ് ആയിട്ടുള്ള അവരുടെ ഒരു നേച്ചർ, അതും കൂടി തുറന്നു കാട്ടുന്നുണ്ട്. അപ്പോൾ അവരുടെ കണ്ണിങ്നെസ്, അപ്പോൾ കുറച്ച് ഫിനാൻഷ്യലി കുറച്ച് ഹൈ ലെവലിൽ നിൽക്കുന്നവർ അവരുടെ ജീവിതത്തെ സ്റ്റേബിളാക്കി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എത്രത്തോളം കണ്ണിങ് ആയിട്ടാണ് ഓരോ കാര്യങ്ങളെ ഡീൽ ചെയ്യുന്നതെന്ന് ഈ കഥയിലൂടെ നമ്മുടെ മുന്നിൽ കാണിച്ചു തരുന്നുണ്ട്. और प्रेरित करता है एक साधारण निम्नवर्गीय समाज के स्त्री के मनोबल और खुद की मदद करने की ताकत से सीख लेने की. പിന്നെ നമുക്ക് കിട്ടുന്ന മറ്റൊരു അധ്യായം, മറ്റൊരു മെസ്സേജ് ഇതാണ്. ഈ ഇത്രയും സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള അത്രയും പരാധീനതകളുള്ള ഒരു സ്ത്രീ എത്ര പോസിറ്റീവായിട്ടാണ് ലൈഫിനെ കാണുന്നത്. അവർ തളർന്നു പോകുന്നൊന്നുമില്ല. ജീവിതത്തിൽ ഇത്രയും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, വീട്ടിൽ പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളാണ്, അവരിവിടെ വന്ന് കിടന്ന് വീട്ടുവേല ചെയ്യാണ്. അപ്പോൾ ഒരുപാട് ശാരീരികവും മാനസികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ട്. പക്ഷേ അവരെത്ര ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലാണ് അവർ ജീവിതത്തെ കാണുന്നത്. അവരുടെ ഒരു മനോബലം എത്രയാണ്. സ്വയം അവർ സഹായിക്കുകയാണ് ജീവിതത്തെ സ്റ്റേബിളായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് കിട്ടുന്നൊരു മെസ്സേജ് അതാണ്. എന്ന് വെച്ചാൽ എന്തെല്ലാം പ്രതിസന്ധികൾ ജീവിതത്തിൽ വന്നാലും അതിനെയൊക്കെ പുഷ്പം പോലെ നേരിടുന്ന സക്കൂബായി, അതൊന്നും അല്ല എന്ന് നമുക്ക് പറഞ്ഞു തരുന്ന സക്കൂബായി. അത് സത്യത്തിൽ നമ്മൾ കണ്ടുപഠിക്കേണ്ട ഒരു കഥാപാത്രം. അതാണ് സക്കൂബായിയുടെ ഈ ഒരു ക്യാരക്ടർ. फिर हमें ये सोचने पर मजबूर करता है कि हम में से कितने लोग वास्तव में श्रम की गरिमा का मूल्य जानते हैं और उसकी कदर करते हैं. പിന്നെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. നമ്മളിൽ എത്ര പേർക്ക് ഹാർഡ് വർക്കിൻ്റെ വില അറിയാം, അതിനെ നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. കഷ്ടപ്പാട് അല്ലെങ്കിൽ കഷ്ടപ്പെടുന്നവർ ഇപ്പോൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെയും റോഡ് ടാറിങ്ങിലോ അല്ലെങ്കിൽ പുരയിടം വൃത്തിയാക്കാനോ ഒക്കെ നിൽക്കുന്ന ആ മനുഷ്യർ, അവരുടെ കഷ്ടപ്പാട്, അതിൻ്റെ മഹത്വം, അപ്പോൾ അതൊക്കെ ഒന്ന് ഓർക്കുക. അപ്പം നമ്മൾ ഫുഡൊക്കെ വേസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരിക്കൽ പോലും ആലോചിക്കാറേ ഇല്ല എത്ര പേരുടെ ഹാർഡ് വർക്കാണ് അതെന്ന്. നമ്മൾ ആ ഒരു ബുദ്ധിമുട്ട് അറിയുമായിരുന്നുവെങ്കിൽ, നമ്മളത് കണ്ടിട്ടുണ്ടായിരുന്നുവെങ്കിൽ നമ്മൾ ഈ ഫുഡൊന്നും വേസ്റ്റ് ചെയ്യില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ശ്രമക്കാ മഹത്വം, അതായത് ഹാർഡ് വർക്കിൻ്റെ മഹത്വം എത്രയാണെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുക കൂടി ചെയ്യുന്ന ഒരു നാടകമാണ് സക്കൂബായി. जो भी आपके विचार और भावनाएं हो इस उपहासात्मक नाटक के जरिए अपनी प्रतिक्रिया मुझ तक जरूर पहुंचाए. അപ്പോൾ നാദിറ സഹീർ ബബ്ബർ, അതായത് നമ്മുടെ നാടകം എഴുതിയ നമ്മുടെ റൈറ്റർ, അവർ പറയുന്നത് നാടകം നിങ്ങൾ വായിച്ചിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും കമൻസ് അവരെ അറിയിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ നാടകം ഇഷ്ടപ്പെട്ടാൽ അറിയിക്കണം എന്ന് പറയുന്ന ഒരു ഭാഗമാണത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അപ്നെ ജിന്ദഗി മേ സക്കൂബായിയോ കോ ഏക് അലഗ് ദൃഷ്ടി സെ ജറൂർ ദേഖേംഗെ. ഈ നാടകം വായിച്ചു കഴിഞ്ഞാൽ
ഇങ്ങനെയുള്ള സക്കൂബായിമാരെ നിങ്ങൾ ഒരു പുതിയ ദൃഷ്ടിയിൽ നോക്കുമെന്ന് എനിക്ക് ഉറപ്പാണെന്നാണ് നാദിറ സഹീർ ബബർ പറയുന്നത്. അതായത് നമ്മളൊരു ഉപേക്ഷാഭാവത്തോടു കൂടി അവരെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ, ഇത്തരം ജോലി ചെയ്യണ സ്ത്രീകളെ ഉപേക്ഷാഭാവത്തോടെ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ നാടകം വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് അവരോടുള്ള ആറ്റിറ്റ്യൂഡ് കംപ്ലീറ്റ് ആയിട്ട് മാറും എന്നെനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ടെന്നാണ് നമ്മുടെ നാടകകൃത്തായ നാദിറ സഹീർ ബബർ പറയുന്നത്. അപ്പോൾ നാടകകൃത്തിന് ഈ നാടകത്തെക്കുറിച്ച് പറയാനുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ വായിച്ചത്. ഇനി പറയുന്നത് ഈ സക്കൂബായിയായി അഭിനയിച്ച് അതിനെ ഇത്രത്തോളം സക്സസ് ആക്കിയെടുത്ത സരിത ജോഷി, അവർക്ക് എന്താണ് ഈ നാടകത്തെക്കുറിച്ച് പറയാനുള്ളത്? അപ്പോൾ അതൊരു ലെറ്ററിൻ്റെ ഫോമിലാണ് പറഞ്ഞേക്കുന്നത്. സക്കൂബായിയെ കുറിച്ച് സരിത ജോഷി നാദിറയോട് പറയുന്നത്, നാടകകൃത്തിനോട് പറയുന്നത്. നമസ്കാർ, മുബാറക് ഹോ നാദിरा जी. सक्कूबाई प्रकाशित होकर अब लोगों के हाथ में होगा और पाठक इस सर्वश्रेष्ठ नाटक को पढ़ सकेंगे, इसलिए आपको बहुत बहुत बधाई. അപ്പോൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടുള്ളൊരു ലെറ്ററാണ്. നിങ്ങളുടെ നാടകം ഇപ്പോൾ എല്ലാവരുടെയും കൈകളിലെത്തി കാണും, അതിന് നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ. സക്കൂബായി കാ അനുഭവം മേരെ ലിയെ ബഹുത് ഹി അലഗ് രഹാ ഹൈ. എനിക്ക് സക്കൂബായി വളരെ വേറിട്ട ഒരനുഭവമായിരുന്നു. ഹം സക്കൂബായി ജൈസി औरतों को देखते तो हैं, उनसे काम भी लेते हैं, लेकिन जब मैंने ये पात्र किया और खुद सक्कूबाई बनी तभी उनके जीवन को समझ सकी. उनकी यातनाएं, उनकी अच्छाइयाँ, बुराइयाँ और सबसे बड़ी बात बड़े बड़े समस्याओं में से वो अपने साहस और मेहनत की वजह से कैसे बाहर निकल आती हैं और हर हाल में खुश रहती हैं. അപ്പോൾ ഞാൻ ഈ നാടകം അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ, സരിത ജോഷി പറയാണ്, ഞാൻ ഈ നാടകം അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത്, സക്കൂബായിയെ പോലെയുള്ള ഒരുപാട് സ്ത്രീകളെ നമ്മൾ ദിവസവും കാണാറുണ്ട്, അവരെ കൊണ്ട് ജോലികൾ ചെയ്യിപ്പിക്കാറുണ്ട്. പക്ഷേ ഈ കഥാപാത്രം ചെയ്തതിന് ശേഷം, അതായത് സ്വയം ഞാനൊരു സക്കൂബായി ആയതിനു ശേഷം അവരുടെ ജീവിതം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി, അവരുടെ യാതനകൾ എന്താണെന്ന് മനസ്സിലാക്കി, അവരിലുള്ള നന്മ തിന്മകൾ മനസ്സിലാക്കി. പിന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്, ഓരോരോ പ്രശ്നങ്ങൾ വരുമ്പോൾ തങ്ങളുടെ ഒരു കഴിവും മിടുക്കും ഹാർഡ് വർക്കും ആ ഒരു കറേജും ഒക്കെ കൊണ്ട് അവരെങ്ങനെയാണ് ആ പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു വരുന്നതെന്ന് മനസ്സിലാക്കി. ഇനി ഏതവസ്ഥയിലും അവരത്ര ഹാപ്പിയാണെന്ന് മനസ്സിലാക്കി. അപ്പോൾ എത്ര സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും പൈസ കയ്യിലുള്ളവരെക്കാൾ കൂടുതൽ സന്തുഷ്ടരാണ് പൈസ ഇല്ലാത്തവർ. അപ്പോൾ അതും ഞാൻ മനസ്സിലാക്കി എന്നൊക്കെയാണ് നമ്മുടെ സരിത ജോഷി സക്കൂബായിയെ കുറിച്ച് പറയുന്നത്. മുझे സക്കൂബായി के द्वारा जीवन को समझने का एक बहुत बड़ा अवसर मिला. സക്കൂബായിലൂടെ ജീവിതം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു വലിയ അവസരമാണ് എനിക്ക് കിട്ടിയത് എന്ന് സരിത ജോഷി പറയുന്നു. 9 वर्ष की थी तब से रंगमंच कर रही हूँ. സരിത ജോഷി സ്വന്തം അനുഭവം പറയാണ്, ഞാൻ എൻ്റെ 9ാമത്തെ വയസ്സ് മുതൽ നാടകങ്ങൾ അഭിനയിക്കാറുണ്ട്. 50 वर्ष से ज्यादा रंगमंच का अनुभव है मुझे. 50 വർഷത്തിൽ കൂടുതൽ. അപ്പോൾ കുറച്ച് 50 വയസ്സിന് മേലെ പ്രായമുള്ള ലേഡിയാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ 50 വർഷത്തിൽ കൂടുതൽ ഞാൻ സ്റ്റേജ് നാടകങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ സക്കൂബായി में काम करके एक अलग ही तरह की संतुष्टि और आनंद मिला है. എന്നാൽ ഈ നാടകത്തിൽ അഭിനയിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു സന്തോഷം വളരെ യുണീക്കായിട്ടുള്ള ഒന്നാണ്. एक निर्देशिका के रूप में मैं आपके बारे में क्या कह सकती हूँ, जैसे कि आपका ढंग है, आप नाटक में काम करने वालों को खुली आज़ादी देती हैं कई तरह से रिहर्सल करते रहने की. അപ്പോൾ ഒരു ഡയറക്ടർ എന്ന നിലയ്ക്കും, ഈ നാടകം എഴുതുക മാത്രമല്ല അതിൻ്റെ ഡയറക്ടർ എന്ന നിലയ്ക്കും ഈ നാടകത്തിലുള്ള ഓരോ കഥാപാത്രങ്ങളുടെയും കാര്യത്തിൽ നിങ്ങൾ എത്ര ക്രിയാത്മകമായിട്ടാണ് ഇടപെട്ടിട്ടുള്ളതെന്ന് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചതാണ്. അപ്പോൾ ഒരു നിർദ്ദേശിക അല്ലെങ്കിൽ ഒരു ഡയറക്ടർ എന്ന നിലയ്ക്ക് നിങ്ങളെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. നിങ്ങൾ അത്ര മിടുക്കോടെയാണ് ആ ഒരു കർമ്മം ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ കഥാപാത്രങ്ങൾക്ക് സ്വതന്ത്രമായി ജോലി ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യവും നിങ്ങൾ കൊടുത്തു. जब आपको ये लगता है पतंग बिल्कुल उल्टी दिशा में उड़ने लगी, तब आप हाथ में पकड़ी हुई डोरी को हल्का सा खींच देती है और नाटक फिर अपनी सही पटरी पर चलने लगता है. എന്നാൽ ഈ കഥാപാത്രങ്ങൾക്ക് കൊടുത്ത സ്വാതന്ത്ര്യം അവർ കുറച്ചങ്ങോട്ട് മിസ്യൂസ് ചെയ്യുന്നു എന്ന് തോന്നുമ്പോൾ ആ പട്ടത്തെ ഇങ്ങ് വലിക്കും, അല്ലെങ്കിൽ അവരെ അപ്പോൾ കൺട്രോൾ ചെയ്യും. അപ്പോൾ എത്രത്തോളം സ്വാതന്ത്ര്യം നാടകത്തിൽ അഭിനയിച്ചവർക്ക് നിങ്ങൾ കൊടുത്തു എന്നൊക്കെയാണ് അവിടെ പറയുന്നത്.
आपने मुझसे सक्कूबाई में एक बहुत ही उच्च स्तरीय अभिनय करवाया. सचमुच आपसे बहुत कुछ सीखने को मिला. धन्यवाद. അപ്പോൾ സക്കൂബായിൽ നിങ്ങൾ വളരെ നല്ല ഒരു അവസരമാണ് അതിലൂടെ എനിക്ക് തന്നത്. അതിന് ഞാൻ വളരെ നന്ദി പറയുന്നു. जब आप घर पर मिली और हम दोनों के नाटक सक्कूबाई पहली बार पढ़ते ही मैंने उसी समय आपसे कह दिया था मैं ये नाटक ജറൂർ കരൂങ്കി. അപ്പോൾ ഈ നാടകത്തെക്കുറിച്ച് സംസാരിക്കാനായി എൻ്റെ വീട്ടിൽ നിങ്ങൾ വന്നപ്പോൾ ഞാൻ ഉറപ്പ് തന്നിരുന്നു ഈ നാടകം ഞാൻ എന്തായാലും ചെയ്യുമെന്ന്. കാരണം എനിക്കതിൻ്റെ ഒരു കഥ അത്രത്തോളം ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ്. उसका एक कारण है कि नाटक बहुत अच्छा था ही और दूसरा कि इतने वर्षों रंगमंच पर काम करने के बाद मेरा कुछ ऐसा विश्वास हो गया कि सा अक्षर से शुरू होने वाले नाटक सदैव मुझे प्रसन्नता और प्रतिष्ठा देते हैं. चाहे वो प्रणीन जी के साथ किए हुए मेरे पुराने नाटक हो जैसे संतुरंगीली, सप्तपदी या सविता दामोदर പരാഞ്ചപേ. അപ്പോൾ ഇവിടെ പറയുന്നത് ഈ സിനിമാക്കാർക്കൊക്കെ പൊതുവായിട്ടുള്ള ഒരു വിശ്വാസം ഉണ്ടല്ലോ, ചില പേരുകളിൽ തുടങ്ങുന്ന വർക്കുകൾ അവർക്ക് കുറച്ച് സക്സസ് കൊടുക്കും, അങ്ങനെയൊക്കെ ഒരു വിശ്വാസം സിനിമാ മേഖലയിലുള്ളവർക്കുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടിയാണ് പറയുന്നത്. ഈ കഥ എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രമല്ല, സായിൽ തുടങ്ങുന്ന നാടകങ്ങളൊക്കെ എനിക്ക് സക്സസ് ആണ് തന്നിട്ടുള്ളത്. അവർ മുൻപ് ചെയ്തിട്ടുള്ള ചില നാടകങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. സന്തുരംഗീലി, സപ്തപതി, സവിതാ ദാമോദർ പരാഞ്ചപേ, അങ്ങനെ ചില നാടകങ്ങൾ സരിത ജോഷി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം സക്സസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ സക്കൂബായിയും വിജയിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത്. സക്കൂബായി के साथ भी मेरा विश्वास सही निकला. സക്കൂബായിയും എന്റെ പ്രതീക്ഷ തെറ്റിച്ചില്ല. इस नाटक ने मुझे अत्यंत संतोष और प्रसिद्धि दी. ഈ നാടകവും എനിക്ക് വളരെ ഹാപ്പിനെസ് തന്നു, പ്രസിദ്ധിയും തന്നു. अब ये नाटक पुस्तक के रूप में पाठकों तक पहुंच रहा है. बहुत ही प्रसन्नता की बात है. അപ്പോൾ ഈ നാടകം ഇനി ആൾക്കാരുടെ മുന്നിൽ പുസ്തക രൂപത്തിലേക്ക് എത്തുകയാണ്. വളരെ സന്തോഷമുള്ള കാര്യമാണ്. अच्छे नाटक की रंगमंच को बेहद जरूरत रहती है. അതിപ്പോൾ നമുക്ക് ഇന്ന് ആവശ്യം വളരെ മികച്ച നാടകങ്ങളാണ്. തീർച്ചയായിട്ടും ഇതൊരു മികച്ച നാടകം തന്നെയാണ്. ആശാ കർത്തി ഹൂം ആപ്കെ ദ്വാരാ ലിഖാ ഗയാ യേ നാടക് കഹി ന കഹി ഉസ് കമി കോ ജറൂർ പൂരാ കരേഗാ. അപ്പോൾ ഈ നാടകം ജനങ്ങളിലേക്കൊരു നല്ല നാടകം എന്ന ലേബലോടുകൂടി തന്നെ എത്തുമെന്നും അത് ജനങ്ങൾ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. ശുഭകാമനാവും സഹിത്. അപ്പോൾ ശുഭകാമനകളോടെ, ആശംസകളോടെ ആപ്കി സക്കൂബായി, നിങ്ങളുടെ സക്കൂബായിയായ സരിത ജോഷി എന്നൊരു കത്ത് നാദിര ജഹീർ ബബ്ബറിന് സരിത ജോഷി എഴുതിയൊരു കത്തിൻ്റെ ഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ചത്. അപ്പോൾ സക്കൂബായി എന്ന കഥാപാത്രത്തെക്കുറിച്ച് നിങ്ങൾക്ക് കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ വീട്ടുകളിൽ ജോലികൾ ചെയ്യാൻ പോകുന്ന ഒരു സ്ത്രീ കഥാപാത്രമാണ് സക്കൂബായി. സക്കൂബായിയെ സ്റ്റേജിൽ അവതരിപ്പിച്ചത് സരിത ജോഷിയാണ്. ഈ നാടകം എഴുതിയതും സ്റ്റേജിൽ അവതരിപ്പിക്കാൻ വേണ്ടി അതിൻ്റെ ഡയറക്ഷനും സ്ക്രിപ്റ്റും ഒക്കെ തയ്യാറാക്കിയതുമെല്ലാം നാദിര ജഹീർ ബബ്ബറാണ്. അപ്പോൾ അത് സ്റ്റേജ് ചെയ്ത ശേഷമാണ് അത് പുസ്തകമായിട്ട് പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സക്കൂബായിയെക്കുറിച്ച് അറിയേണ്ടത്. ഇനി ഇതിനകത്ത് പ്രവർത്തിച്ച കുറച്ച് പേരെ കൂടി പരിചയപ്പെടുത്തുന്നുണ്ട്. കഥാപാത്ര പരിചയം. ലേഖൻ ഏവം നിർദ്ദേശൻ എന്ന് പറഞ്ഞാൽ എഴുത്തും അതുപോലെ ഡയറക്ഷനും ചെയ്തത് നാദിര ജഹീർ ബബ്ബറാണ്. ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് സക്കൂബായി ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത് സരിത ജോഷിയാണ്. മഞ്ച് വ്യവസ്ഥാപക്, മഞ്ച് എന്ന് പറഞ്ഞാൽ സ്റ്റേജ് ആണ്, വ്യവസ്ഥാപക് എന്ന് പറഞ്ഞാൽ ഓർഗനൈസർ. അപ്പോൾ സ്റ്റേജ് ഓർഗനൈസേഷൻ ചെയ്തിരിക്കുന്നത് ഭാരത് ഝാ ആണ്. മഞ്ച് സജ്ജ, സ്റ്റേജ് ഡെക്കറേഷൻ ചെയ്തത് ഛേൽ പരേഷ് ആണ്. മഞ്ച് സംയോജക് എന്ന് പറഞ്ഞാൽ ആ ഒരു എന്താണ് സ്റ്റേജിൻ്റെ കോർഡിനേറ്ററാണ്. അപ്പോൾ അത് ദർപ്പൺ മിശ്ര ആണ്. പ്രകാശ് സംയോജൻ, അപ്പോൾ ലൈറ്റ് കോർഡിനേഷനും അതിൻ്റെ ക്രിയേറ്റിവിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് രവി മിശ്ര, അക്ബർ ഖാൻ തുടങ്ങിയവർ. സംഗീത് സഞ്ചാലൻ, മ്യൂസിക്കിൻ്റെ കാര്യങ്ങൾ, മ്യൂസിക് ഡയറക്ഷനും കാര്യങ്ങളും സന്തോഷ് തിവാരിയാണ്. മഞ്ച് സാമഗ്രി, സ്റ്റേജിന് വേണ്ട പ്രോപ്പർട്ടീസ് ഒരുക്കിയിരിക്കുന്നത് മിഥിലേഷ് സിംഹ്. കോസ്റ്റ്യൂം ഒരുക്കിയിരിക്കുന്നത് ഓഡ്രി അലിയാണ്. പബ്ലിസിറ്റി ഡിസൈൻ ചെയ്തത് റിയാസ് അഹമ്മദ്. പിന്നെ ട്രൂപ്പ് ആൻഡ് ഫൈനാൻസ് മാനേജ്മെൻറ്റ് അത് ചെയ്തേക്കുന്നത് ഹനീഫ് പാട്നി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നാടകത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ കൊടുത്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് പേജിൽ നിങ്ങൾക്ക് സക്കൂബായിയുടെ പ്രോപ്പർട്ടി ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റേജ് ഇങ്ങനെയൊക്കെ ഓരോന്ന് വിശദമായി തരുന്നത് എന്തിനാന്ന് വെച്ചാൽ നാടകം പഠിക്കുന്നതിലൂടെ സ്വന്തമായിട്ടൊരു നാടകം എഴുതാനും സ്വന്തമായിട്ട് അതിനെ ഡയറക്റ്റ് ചെയ്യാനും നാടകത്തിൻ്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്ന രീതി എന്താണെന്ന് നമ്മളെ മനസ്സിലാക്കി തരാനും ഒക്കെയാണ് ഇത്രയും വിശദമായിട്ട് എഴുതിയിരിക്കുന്നത്. ഇനി അടുത്ത പേജിൽ സക്കൂബായിയുടെ പ്രോപ്പർട്ടി ലിസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. അതായത് നാടകത്തിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് 1, 2, 3 ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഒക്കെയും ഒരു നാടകത്തിൻ്റെ ഡയറക്ടർ അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് നമ്മുടെ ടെക്സ്റ്റിൽ ഇതെല്ലാം വിശദമായിട്ട് വെറുതെ കഥ പഠിക്കൽ മാത്രമല്ല, നാടകം ആസ്വദിക്കൽ മാത്രമല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു നാടകത്തിൻ്റെ സ്ക്രിപ്റ്റ് നമ്മൾ എങ്ങനെ തയ്യാറാക്കാം, അല്ലെങ്കിൽ അതിൻ്റെ കഥ എങ്ങനെ എഴുതാം, അതിൻ്റെ ഡയറക്ഷൻ എങ്ങനെ ചെയ്യാം,
അതിനെ എങ്ങനെ ക്രിയേറ്റീവായിട്ട് സ്റ്റേജിൽ ചെയ്യാം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ആദ്യം ഇപ്പോൾ പ്രോപ്പർട്ടി ലിസ്റ്റ് പറഞ്ഞു, അതുപോലെ തന്നെ സെറ്റ് റിക്വയർമെന്റ്. അപ്പോൾ ആ റൂം ബാക്ക്ഗ്രൗണ്ട് സെറ്റിംഗ് എങ്ങനെ വരണം. അപ്പോൾ ഇത് ഒരു വീട്ടുജോലിക്കാരിയുടെ കഥ പറയുമ്പോൾ അവർ ജോലി ചെയ്യുന്ന വീട് തന്നെയായിരിക്കുമല്ലോ നമ്മൾ കാണിക്കുക. അപ്പോൾ ആ വീട് അവിടെ നടക്കുന്ന കഥയാവുമ്പോൾ ആ വീട് കുറച്ച് അത്യാവശ്യം വലിയൊരു വീടായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ അവിടെ സക്കൂബായി പല പല മുറികൾ കയറി ഇറങ്ങി നടക്കുന്നതൊക്കെ കാണിക്കണമെങ്കിൽ കുറച്ചൊന്ന് ഓപ്പൺ ആയിട്ടുള്ള ഒരു ഹോൾ ടൈപ്പൊക്കെ ആയിട്ടുള്ള റൂമായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റേജ് റിക്വയർമെന്റ് അല്ലെങ്കിൽ ആ സെറ്റ് റിക്വയർമെന്റ് കൂടി ഇതിനകത്ത് ഇമേജ് സഹിതം നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതേ നാടകത്തെ സ്റ്റേജ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ നമുക്കതിൻ്റെ സ്റ്റേജും ബാക്ക്ഗ്രൗണ്ടും ഒക്കെ സെറ്റ് ചെയ്യാം എന്നുള്ളത് കൂടിയാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സക്കൂബായിയെക്കുറിച്ച്, സക്കൂബായി എന്ന് പറയുന്ന ഈ നാടകത്തെക്കുറിച്ച് നമ്മൾ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇനി എന്താണ് നാടകം? അപ്പോൾ നാടകത്തെക്കുറിച്ച് അടുത്ത ദിവസം നമുക്ക് വിശദമായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് തൽക്കാലം നിർത്തുന്നു.